100-ാം സങ്കീർത്തനം 2-ാം വാക്യം. സന്തോഷത്തോടെ യഹോവയെ സേവിപ്പിൻ. ഏതു കാര്യവും നമുക്ക് സന്തോഷത്തോടെ ചെയ്യാൻ കഴിയും. കടമ തീർക്കാനായി ചെയ്യാനാകും, നിർബന്ധത്താലും ചെയ്യേണ്ടി വരാം. ഇതിൽ ചെയ്യുന്ന കാര്യത്തിൽ പരമാവധി പൂർണ്ണത കൈവരുന്നത് അത് സന്തോഷത്തോടെ ചെയ്യുമ്പോഴാണ്. ദൈവത്തെ സേവിക്കുന്നത് കടമ തീർക്കുന്നത് പോലെയോ നിർബന്ധത്താലോ ആകരുത്. കയീൻ യഹോവയ്ക്ക് യാഗമർപ്പിച്ചത് കേവലം കടമ തീർക്കാനെന്ന മട്ടിലായിരുന്നു. സ്വന്തം ജീവിതം ക്രമീകരിക്കാതെയും അലസതയോടെയും അർപ്പിച്ച യാഗത്തിൽ ദൈവം പ്രസാദിച്ചില്ല. ഇസ്രായേലിൽ നിരവധി രാജാക്കന്മാർ ഭരിച്ചിരുന്നെങ്കിലും ചിലരെക്കുറിച്ച് മാത്രം പറഞ്ഞിരിക്കുന്നു, അവരുടെ ഹൃദയം യഹോവയിൽ ഏകാഗ്രമായിരുന്നു. അങ്ങനെയുള്ളവരിൽ ദൈവം പ്രസാദിക്കുകയും അവരെ ശത്രുക്കളിൽ നിന്ന് വിടുവിക്കുകയും ഭരണകാലം അഭിവൃദ്ധിയാക്കുകയും ചെയ്തു. ഇരുമനസ്സുള്ളവൻ തൻ്റെ വഴികളിലൊക്കെയും അസ്ഥിരൻ എന്ന് വചനം പഠിപ്പിക്കുന്നു. കുറെ നാൾ വളരെ ശക്തിയോടെ ദൈവത്തിനായി പ്രവർത്തിക്കുകയും പിന്നെ കുറെ നാൾ അലസരാവുകയും ചെയ്യുന്നവർക്ക് ദൈവത്തിൽ നിന്ന് ഒന്നും പ്രാപിക്കാനാവുകയില്ല. നമ്മുടെ പ്രയത്നങ്ങളൊന്നും കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് തിരിച്ചറിയുകയും കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരികയും വേണം. ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നാം പൂർണ്ണ സന്തോഷത്തോടെ തന്നെ സേവിക്കുകയും ചെയ്യും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.